നോമ്പു വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മലബാർ വിഭവമാണ് തരിക്കഞ്ഞി അഥവാ തരി കാച്ചിയത്. നമ്മളെ ഇവിടെയൊക്കെ നോമ്പിന്റെ 30 ദിവസങ്ങളും തരിക്കഞ്ഞി കാച്ചി എടുക്കുന്ന വീടുകളുണ്ട് കേട്ടോ. എങ്ങനെയാണ് നല്ലൊരു തരിക്കഞ്ഞി ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാന്ന് പാത്രത്തിലേക്ക്. അതിന്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്ക പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ്, കൂടുതൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന്റെ കൂടെ 2 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ചു വരുന്ന സമയത്താണ് ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നത്. റവ ഒരു കൈ വെച്ചിട്ട് ചേർക്കുന്ന സമയത്ത് തന്നെ മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം റവ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതൊന്ന് തിളച്ചാൽ മാത്രം മതി, ഓഫ് ചെയ്യാം. നമുക്കിത് എങ്ങനെ താളിച്ചു വയ്ക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1/4 കപ്പോളം ചെറിയുള്ളി നെയ്യിലാണ് കേട്ടോ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. തനതായ രുചിയിൽ തരിക്കഞ്ഞി കഴിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ ചെറിയുള്ളി നിർബന്ധമായി ചേർക്കണം. അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ടും റൈസിൻസും ചേർത്തിട്ട് നല്ല പൊന്നിറത്തിൽ കോരിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.